പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമാകുന്ന ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകലും നിങ്ങളെല്ലാവരെയും കാണുവാൻ കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 62 അധ്യായം അതിൻ്റെ 8 വാക്യം, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഈ നാളുകളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ അവൻ്റെ ഹൃദയത്തിൽ വന്നാലും, ഏത് ഭാരങ്ങൾ, ഏത് വിഷയങ്ങൾ, ഏത് പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെക്കുറിച്ച് ഭക്തൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത് ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ആയതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലെ നമ്മുടെ ഹൃദയത്തെ അവൻ്റെ മുൻപിൽ ഈ നാളുകളിൽ പകരുക. സ്തോത്രം. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, കഷ്ടതകൾ ഉണ്ടാകട്ടെ, നിൻ്റെ ഹൃദയത്തിന് ഒട്ടും സഹിക്കുവാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ വന്നാലും ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചറിയിക്കട്ടെ, ഈ നാളുകളിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, സ്തോത്രം, നിനക്ക് സങ്കേതമായി എൻ്റെ ദൈവമുള്ളപ്പോൾ അവൻ്റെ മുൻപിൽ നിൻ്റെ ഹൃദയത്തെ പകരുക. അതിനർത്ഥം നിൻ്റെ ഹൃദയത്തിലെ സകല വേദനകളും, നിൻ്റെ ഹൃദയത്തിലെ സകല പ്രയാസങ്ങളും, നിൻ്റെ ഹൃദയത്തിലെ സകല അവസ്ഥകളും, നീ അനുഭവിക്കുന്ന സകലതും ഇന്ന് പകൽ, സ്തോത്രം, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപാകെ പകരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഈ അവസരത്തിൽ, സ്തോത്രം, വേദപുസ്തകത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഹന്നയെ നമ്മൾ മറക്കുവാൻ പാടില്ല. ഹന്നയെക്കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. സ്തോത്രം, തനിക്ക് മക്കൾ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ ഭർത്താവായ എൽക്കാനയുടെ മുമ്പിൽ വളരെയധികം ഭാരപ്പെട്ട് ആയിരിക്കുന്ന ഹന്ന ഒരിക്കൽ, സ്തോത്രം, ദൈവസന്നിധിയിൽ അഥവാ യഹോവയുടെ ആലയത്തിലേക്ക് പോകുവാൻ ഇടയായി. മനോവേദനയോട് അവൾ വന്നതുകൊണ്ട് അവളുടെ അധരങ്ങൾ ദൈവസന്നിധിയിൽ ചരിച്ചതല്ലാതെ അവളുടെ വായിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. വേദപുസ്തകം എഴുതിയിരിക്കുന്നു, അവൾ വളരെയധികം ദൈവസന്നിധിയിൽ കരഞ്ഞ് അവളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ ഇടയായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഒട്ടും സഹിക്കുവാൻ കഴിയാത്ത, വഹിക്കുവാൻ കഴിയാത്ത വേദനകൾ, പ്രയാസങ്ങൾ, നിരാശകൾ, വിഷയങ്ങൾ ഒരുപക്ഷെ നിൻ്റെ ഹൃദയത്തിൽ നീ ചുമക്കുന്നുണ്ടാകാം. ആരോടും പറയാതെ, നിൻ്റെ ഹൃദയം ആരുടെ മുൻപിലും തുറക്കാതെ ഒറ്റയ്ക്ക് സകലതും ചുമക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിൻ്റെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക. നിൻ്റെ ഹൃദയത്തെ ദൈവ മുമ്പാകെ പകരുക. ഭാരപ്പെടുന്ന വിഷയത്തിന് ഇന്ന് പകൽ കർത്തൃസന്നിധിയിൽ പരിഹാരമുണ്ട്. നീ ഭാരപ്പെടുന്ന വിഷയത്തിന്, നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് കർത്തൃസന്നിധിയിൽ പരിഹാരമുണ്ട്. ഇന്ന് പകൽ അത് അനുഭവിക്കുവാൻ ദൈവ സങ്കേതമായിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ, നമ്മുടെ ഹൃദയത്തെ അവൻ്റെ മുൻപാകെ പകരുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നാം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരെയും കർത്താവ് ഈ നാളുകളിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരു ഹന്നയെപ്പോലെ ഈ നാളുകളിൽ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഒരു ഹന്നയ്ക്ക് ശമൂവേലിനെ ദൈവം നൽകിയതുപോലെ ഈ നാളുകളിൽ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന, വിഷയങ്ങളെ, ഭാരങ്ങളെ ദൈവസന്നിധിയിൽ പകരുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവേദിലെ നിൻ്റെ ജീവിതത്തിൽ ഇതാ ഹന്നയ്ക്ക് ശമൂവേലിനെ പോലെ നിൻ്റെ ജീവിതത്തിലും ദൈവത്താൽ ചില വിടുതലുകൾ ഉരുവാകുവാൻ പോകുകയാണ്. ചില നന്മകൾ ഉരുവാകുവാൻ പോകുകയാണ്. ചില ദൈവപ്രവർത്തികൾ നിൻ്റെ ജീവിതത്തിൽ ഇതാ ഉരുവാകുവാൻ പോകുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.